ചിരി കൊഞ്ചലിന് കൂട്ടായി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ശരത് അങ്കിൾ, മധു അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. ശ്രുതി മധുര വേദിയിലേക്ക് കണ്ണൂരിന്റെ സ്വന്തം പാട്ടുകാരി ആയുശ്രീ കുട്ടി എത്തുന്നു. വെൽക്കം ആയുശ്രീ ഓൺ സ്റ്റേജ്. ആയുശ്രീ ഇത് മോഡേൺ ആയിട്ടാണ്, സ്റ്റൈലിഷ് ആയിട്ടാണ്. ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ എന്ത് രസമാണ്. കമ്മല്, പിന്നെ പാന്റ്, വെളുത്ത ഉടുപ്പിൽ വെളുത്ത പൂക്കള് അല്ലേ? മത് കണ്ടുപിടിച്ചു. കണ്ണിന് കാഴ്ചയില്ലെന്നാ എന്റെ അടുത്ത് പറഞ്ഞത്. ഇത് എങ്ങനെ മധു? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇത്രയും നേരം നോക്കിട്ട് വെളുത്ത ഇതിനകത്ത് വെളുത്ത പൂക്കൾ ഏതാ പാടുന്നത്? ഹേ കുളമ്പടി താളം. കുളമ്പടി താളോ? പിന്നെ അത് കേക്കല്ലേ? ശബ്ദം അടഞ്ഞോ കുഞ്ഞിന്റെ മൊത്തത്തില്? ഇല്ല, അടഞ്ഞതല്ല, അതിങ്ങനെ ഏറ് വരുന്നു. ജാക്ക് പോട്ട് എന്ന സിനിമ. ജാക്ക് പോട്ട്. ശബ്ദം ഇത്തിരി അടപ്പുണ്ട്. മ്യൂസിക് ഡയറക്ടർ ഇളയരാജ സാർ. ആ സാറിനൊരു അടപ്പുണ്ട്. പിന്നെ അടുത്തത് ബിച്ചു തിരുമല സാറിന്റെ ലിറിക്സ്, ചിത്രാമ്മ പാടിയ പാട്ട്. മോള് ശബ്ദം അടച്ചിട്ടുണ്ടെങ്കിലും അങ്ങ് ചിന്തിക്കണ്ട, ധൈര്യമായിട്ട് അങ്ങ് തുറന്നങ്ങ് പാടും. ഓക്കെ, ഡാൻസേഴ്സ് ഇല്ലേ? ഓ വിളിച്ചോളൂ, മധു വെയിറ്റിംഗ്. എന്റെ പേരിൽ വെക്കണതല്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കണല്ല. സീനിയേഴ്സ് അല്ലേ? അതെ, സീനിയേഴ്സ് അല്ലേ? All the best. Thank you. ഇടുകൊടുക്കേ പൊന്നു പണക്കൂമ്പാരം, പിടിക്കുറുക്കേ മിന്നു ജയതാമ്പാളം. ഇടുകൊടുക്കേ പൊന്നു പണക്കൂമ്പാരം, പിടിക്കുറുക്കേ മിന്നു ജയതാമ്പാളം. ഹേ കുളമ്പടി താളം, കുതിരയ്ക്കു മേളം, കെട്ടിപ്പെറ്റിൽ ബമ്പർ. ഹോയ് അടിക്കട്ടെ ജാക്ക് പോട്ട്, പിറക്കട്ടെ റേസ് കോഴ്സ്, ഇനി തൊട്ടാലെന്നും സൂപ്പർ. തട്ടും അപ്പടിക്കും കൊതിക്കും കുഴമ്പിൻ മുഴക്കം, ഹുറേ ഹുറേ വച്ചലക്കും, പിടിക്കും പിഴച്ചാൽ പഴിക്കും, കൂത്താടിക്കും കൂട്ടരക്കും, പെരുമാ പെരുമാ കൂത്താടിക്കും പാട്ടരക്കും, പൊലിമാ പൊലിമാ ഗോളടിക്കും നീ ഹോക്കി, പേരെടുക്കൂ പത്തായം. ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാരയ്യ, ഹൊയ്യാ ഹൊയ്യാ ഹൊയ്യാര. പണി പറ്റിയാൽ പണം കിട്ടിയാൽ പിന്നെ പട്ടണം ചുറ്റിക്കെട്ടണം ബിഗ് ഫാം. ഹേ കുളമ്പടി താളം, കുതിരയ്ക്കു മേളം, കെട്ടിപ്പെറ്റിൽ ബമ്പർ. ഹോയ് അടിക്കട്ടെ ജാക്ക് പോട്ട്, പിറക്കട്ടെ റേസ് കോഴ്സ്, ഇനി തൊട്ടാലെന്നും സൂപ്പർ. ഇടുകൊടുക്കേ പൊന്നും പണക്കൂമ്പാരം, പിടിക്കുറുക്കേ മിന്നു ജയതാമ്പാളം. ഇടുകൊടുക്കേ പൊന്നു പണക്കൂമ്പാരം, പിടിക്കുറുക്കേ മിന്നു ജയതാമ്പാളം. ഹേ കുളമ്പടി താളം, കുതിരയ്ക്കു മേളം, കെട്ടിപ്പെറ്റിൽ ബമ്പർ. ഹോയ് അടിക്കട്ടെ ജാക്ക് പോട്ട്, പിറക്കട്ടെ റേസ് കോഴ്സ്, ഇനി തൊട്ടാലെന്നും സൂപ്പർ. ഹൊയ്യാ ഹൊയ്യേ ഹൊയ്യാ
കുളമ്പടി താളം കുതിരയ്ക്കു മേളം കിട്ടി പെറ്റിൽ ലിറ്റിൽ ബമ്പർ ഹോയ് അടിക്കട്ടെ ജാക്ക്പോട്ട് വിറക്കട്ടെ റേസ് കോഴ്സ് ഇനി തൊട്ടാലെന്നും സൂപ്പർ ഇടുകുടുക്കെ പൊന്നു പണക്കൂമ്പാരം പിടിക്കുറുക്കെ മിന്നും ജയത്താമ്പാളം ഇടുകുടുക്കെ പൊന്നു പണക്കൂമ്പാരം പിടിക്കുറുക്കെ മിന്നും ജയത്താമ്പാളം ഹേ കുളമ്പടി താളം കുതിരയ്ക്കു മേളം കിട്ടി പെറ്റിൽ ലിറ്റിൽ ബമ്പർ ഹോയ് അടിക്കട്ടെ ജാക്ക്പോട്ട് വിറക്കട്ടെ റേസ് കോഴ്സ് ഇനി തൊട്ടാലെന്നും സൂപ്പർ ഹേ കുളമ്പടി താളം കുതിരയ്ക്കു മേളം കിട്ടി പെറ്റിൽ ലിറ്റിൽ ബമ്പർ ഹോയ് അടിക്കട്ടെ ജാക്ക്പോട്ട് വിറക്കട്ടെ റേസ് കോഴ്സ് ഇനി തൊട്ടാലെന്നും സൂപ്പർ. വെരി നൈസ്, ഗുഡ് 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 ആൻസേഴ്സ്. ആഹാ ആഹാ ഫാന്റാസ്റ്റിക്. കലക്കി. ആയിശ്രീ എന്തോ സാർ? നന്നായിരുന്നു മോളെ, താങ്ക് യു സാർ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഡാൻസേഴ്സ് ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല കിടു. മോള് പാടിയതും കുറച്ച് സ്ഥലങ്ങള്, അതായത് ഈ ലിറ്റിൽ ലിറ്റിൽ തുടക്കത്തിൽ ആ സംഗതി കുറച്ച് വ്യത്യാസമല്ല, ഒരു ആ ഗ്രിപ്പിലോട്ട് വീണില്ല. പിന്നെ പിന്നെ പോകെ വളരെ കൃത്യമായിട്ട് വന്നായിരുന്നു. അതുപോലെ തന്നെ തൊട്ട ആ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ സംഗതി പല്ലവിയുടെ പോർഷൻസ്. പിന്നെ കൂത്താടിക്കും കൂട്ടരക്കും അവിടെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടു. കാരണം മോളുടെ ശബ്ദത്തിന് ഒരു വെറൈറ്റി ഉണ്ട്, ഒരു നല്ല സുഖമുണ്ട് കേൾക്കാൻ. മോള് ഈ രാജാ സാറിന്റെ ഈ താളത്തിനെ കുറിച്ച് എന്ത് പറയുന്നു? സാറ് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടാ ചെയ്തേക്കുന്നത്. രാജാ സാറ് ഇതിന്റെ താളം ബ്രില്യൻ്റ് ആയിട്ട് സിങ്കപ്പേറ്റഡ് ആണ്, അതായത് ട്രിക്കിയാണ്. അതാണ് അതിന്റെ ഒരു വേർഡ് ഞാൻ ആലോചിക്കുന്നത്, ട്രിക്കിയാണ് സംഭവം. തട്ടാ സമത്തി പാടിയാ അങ്ങ് പോവും. പക്ഷെ ഈ താളം വരുമ്പോഴത്തേക്ക് എവിടെ തുടങ്ങണമെന്ന് എങ്ങനെ തുടങ്ങണമെന്ന് അദ്ദേഹം ഒരു കളി കളിച്ചിരിക്കുകയാണ്. അത് രാജാ സാറിന്റെ ബ്രില്യൻസ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇത് സംസാരിക്കാൻ ഇട വന്നത് അതുകൊണ്ടാണ്. ടോട്ടലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. ബട്ട് സംഗതികൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് വന്നില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് അതേ സംഗതികൾ കൃത്യമായിട്ട് വരികയും ചെയ്തു. അതിനെപ്പറ്റി ഞാനൊരു ഗവേഷണം നടത്താം. ബാക്കിയുള്ള എല്ലാവരും സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു റിസർച്ച് നടത്തിയിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി, അണ്ണ പോയിട്ട് വാ. മക്കളെ, നല്ല ഇപ്പൊ അണ്ണൻ പറഞ്ഞ അതിന്റെ കൃത്യമായിട്ടുള്ള വാക്കാണ് ബ്രില്യൻ സിങ്കപ്പേഷൻ. അത് ട്രിക്കിയാണ്. നമുക്ക് കേൾക്കുന്ന ഇത് ഏത് താളം ഇത് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് സിങ്കപ്പേറ്റ് ചെയ്തേക്കുന്നത്. അതല്ലേ രാജപ്പ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കത്തേ ഇല്ല. നമ്മൾ സാധാരണ തെക്ക് തെക്കത്താത്ത ഇത് അവരങ്ങനല്ല. തീരത്തക്കത്താര തക്കത്തക്കത്താര തക്കത്തിത്താത്തി ഒരു ബ്രില്യൻസ്. അദ്ദേഹത്തിന്റെ തരയിലുള്ള റിതം സെൻസ് ബ്രില്യൻ. അതാണ് രാജാ സാറിന്റെ ഒരു, നമുക്ക് രാജാ സാറാന്ന് തോന്നുന്നു. ഐഡന്റിറ്റി എന്ന് പറയുന്നത് അതാണ് മോളെ. അപ്പം മക്കൾ നന്നായിട്ട് പഠി. എനിക്ക് കിട്ടി എന്താണ് കിട്ടി ബെറ്റിൽ ലിറ്റിൽ ബമ്പർ. അതാണ് മക്കൾ ഒരിക്കലും കിട്ടാതിരുന്ന ബമ്പർ. അത് തെന്നി മക്കളെ കുഞ്ഞെ അതാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. അതല്ല മോൾ അത് ശരിയാക്കിയാൽ മതി. മക്കളെ എന്തൊക്കെയാണ് ചക്കര നന്നായിരുന്നു. മോളെ കാണാനും ഡാൻസേഴ്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സാർ. All the best. Thank you. Just looking like a wow. ഞാൻ പേടിച്ചു പോയി. ആയുശ്രീ എന്താ സാർ?
ഈ ആയുശ്രീ എന്ന് പേരിടാനുള്ള കാരണം? അതായത് എന്ന് പറയുന്ന അച്ഛന്റെ പേരിലാണ് സ്റ്റാർട്ടിങ്. അജിത്ത് എന്ന അച്ഛന്റെ പേര്. അപ്പൊ ആയുഷ്, ഉഷാന്റെ ഉഷാണ് ആയുഷ്. അതെന്താന്ന് വെച്ചാല് ആൺകുട്ടിയാണെങ്കിൽ ആയുഷും പെട്ടെന്ന് ഞാൻ പെൺകുട്ടിയായി, അപ്പൊ ആയുഷ്. അല്ല, ജനിക്കുമ്പോ ആൺകുട്ടിയായിരുന്നു, പിന്നെ കയ്യിലെടുത്ത് നോക്കിയോ പെൺകുട്ടി. അതെ, നീയായിരുന്നു എടുത്തു പൊക്കി നോക്കിയപ്പോ അയ്യോ പെൺകുട്ടിയായിരുന്നു. അപ്പൊ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ അവര് ശ്രീ ചേർത്തു എന്ന് അവർ ഐഡിയ മാറ്റി. അതെ, ശ്രീ ചേർത്തു. ഓക്കെ, അതിന്റെ ഒരു ശ്രീ ഉണ്ട്. ഓക്കെ, പാട്ട് ഞാൻ വിചാരിച്ചേ ശബ്ദമൊക്കെ അടഞ്ഞിങ്ങനെ സംസാരിക്കണൊക്കെ കേട്ടപ്പോ ഈ കുട്ടി എങ്ങനെ ഈ പാട്ട് പാടും എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു. പക്ഷെ പാടി കഴിഞ്ഞപ്പോഴോ ഈ കുട്ടി ഇങ്ങനെ പാടിയെന്ന്. അതെ, നല്ല ശബ്ദം കേട്ടാ. താങ്ക് യു സർ. ഗുരണേ, വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ ഇവരൊക്കെ പറഞ്ഞ പോലെ വളരെ ട്രിക്കി ആയിട്ടുള്ള രീതിയിലാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ മോളിത് കുറെ പ്രാവശ്യം കേട്ട് പഠിച്ചു. ഞാൻ ആലോചിക്കാറുണ്ട്, ചിത്ര ചേച്ചി ഇത് ആദ്യമായിട്ട് പാട്ട് പഠിച്ചപ്പോൾ എങ്ങനെയായിരിക്കും ചേച്ചി അത് പഠിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്കൊരു സംശയം. ഞാൻ ചേച്ചിയോടൊന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ എന്തായാലും ആയുശ്രീ നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു പാട്ട് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആയുശ്രീ കുട്ട, എന്താ ചേച്ചി ഇന്ന് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ശബ്ദത്തിനൊട്ടും വയ്യ, പക്ഷെ അതൊന്നും മുഖത്തും ഇല്ല മനസ്സിലും ഇല്ല. അതൊക്കെ മാറ്റി വെച്ച് ഞാൻ എന്തായാലും എൻ്റെ ഉള്ള ശബ്ദം വെച്ച് ഞാൻ പാടും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. നന്നായിട്ട് പാടും ചെയ്തു. പല പോർഷൻസ് നല്ല രസമുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ഒരുപാട് ഇഷ്ടമായിടാ. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ശരിയടാ. ആയുശ്രീ, എന്താ സാർ? സോ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തു 99 out of 100. താങ്ക് യു സാർ. ആദ്യൊരു രാജാപ്പുകുട്ടി. താങ്ക് യു. രാഗമോഹങ്ങളുടെ മനോഹര വേദിയിലേക്ക് പാർത്ഥിവി കുട്ടി എത്തുന്നു. വെൽക്കം പാർത്ഥിവി. ഒരു സൗന്ദര്യധാമം. അതെ, സുന്ദരി മോഹിനി. പുള്ളിയാഴ്ചയാണോ? സുന്ദരി ഭാവമായിട്ടുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് മോളെ. ഏത് പാട്ടാ പാടുന്നേ? പൂനിറം കണ്ടോടി വന്ന മാണിക്യത്തമ്പാട്ടി. മോളെ ഏത് സിനിമയാ? ബന്ധുക്കൾ ശത്രു. ഓ, തമ്പിസാറിന്റെ പടവാ, ശ്രീകുമാരൻ തമ്പിസാറിന്റെ അല്ലേ? തമ്പിസാറാണ് മ്യൂസിക്. മ്യൂസിക് പാടിയത് ചിത്രാമ്മയും യേശുദാസ് സാറും. സൂപ്പർ. അപ്പൊ നമുക്ക് കേൾക്കാം. നമുക്ക് ഈ ഉണ്ണിയാർച്ച എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൂനിറം കണ്ടോടി വന്നു
ഒരു മാണിക്കത്തമ്പാട്ടി ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു പോണത് പോലെ അതിമനോഹരം. താങ്ക് യു. ആഹാ, മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ഈ പെണ്ണുങ്ങൾക്ക് വെള്ളി വീഴുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തോ പാടിയപ്പോഴായിരുന്നു, എന്തോ ഇളകി. അത് എന്ത് പറ്റി മോളെ? ഇത് അന്നാ അവിടെ ഒന്ന് ഒതുക്കിയതാ കുഞ്ഞ, ഒതുക്കി നിലവിളിച്ച് പാടിയിട്ടേ ഒതുക്കുമ്പോ കയ്യിന്ന് പോന്നതാ. പക്ഷെ മോള് നല്ലൊരു സുന്ദരിയാണ്. മോളെ പാട്ടിനും ഒരു സൗന്ദര്യമുണ്ട്, എല്ലാം കൊണ്ട് ഒരു രസമുണ്ട് മോളെ. മോള് പാടിയത് നന്നായിരുന്നു. പിന്നെ ടോട്ടലി പെർഫെക്റ്റ് എന്നല്ല, കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്താണ് ശ്രുതി പോയിട്ടുണ്ട്, പിന്നെ സ്വരസ്ഥാനങ്ങൾ, പിന്നെ സംഗതികൾ, അതൊക്കെ ശകലം അതൊക്കെ വേണ്ടേ അല്ലേ? അത്ര പെർഫെക്റ്റ് ആയാലും ശരിയാവില്ലല്ലോ അല്ലേ? എന്തായാലും അതിമനോഹരമാണ്. മക്കളെ, ആർച്ച കുഞ്ഞെ നന്നായിട്ട് പാടി മക്കളെ. താങ്ക് യു. അല്ല ഞെട്ടുന്ന എന്തിനാ, ഉണ്ണിയാർച്ച എന്നല്ലേ പറഞ്ഞത്? അതാ ഞാൻ ആർച്ച കുഞ്ഞെന്ന് വിളിച്ചത്. ഞാൻ സ്നേഹത്തോടെ വിളിച്ചത്. ഇത്ര സ്നേഹമൊന്നും മക്കൾക്ക് എവിടുന്ന് കിട്ടത്തില്ല മക്കളെ, അത് ടോപ്പ് സിംഗറിൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. മക്കളെ നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. ഫുൾ പവറിൽ പാടുമ്പോൾ നമ്മൾ എവിടെങ്കിലും ഒന്ന് ഒതുക്കി പാടണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പോഴാണ് മറ്റേ വെള്ളിയും വ്യാഴവും ഒക്കെ വീഴുന്നത്. അത് കുഴപ്പമൊന്നുമല്ല, അത് പഠിക്കണം. ഭയങ്കര ത്രോയിന്ന് സോഫ്റ്റിലോട്ട് വരുമ്പോഴത്തേ അറിയാതെ വരണം, അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഈ വെള്ളിയൊന്നും വരത്തില്ല. സോഫ്റ്റ് ആയിട്ട് പാടാം. ഇപ്പൊ ഒരു താരാട്ട് പാടുമ്പോൾ എങ്ങനെ പാടണം, അതും ഉറങ്ങണം. താരാട്ട് പാടുന്ന അമ്മയും ഉറങ്ങണം. അങ്ങനെ അത്ര സോഫ്റ്റ് ആയിട്ട് പാടുക. ഇതിനെല്ലാം കാര്യം മോളാണ്. അതെ, പിന്നെ അല്ലാതെ ഊർക്കം വലിക്കുന്നു, ഉറങ്ങുന്നു, കോട്ടുക വിടുന്നു, അലറുന്നു. മക്കളെ അപ്പൊ അതേ ഉള്ളു പ്രധാനമായിട്ട് പറയാം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മോള്, ഉഗ്രായിട്ട് തന്നെ പാടി കേട്ടോ. നല്ല ചന്തമുണ്ട് ചക്കരെ കാണാൻ. ലവ് യു മുത്തേ. ഉണ്ണിക്കുഞ്ഞേ, അത് ആർച്ചക്കുഞ്ഞോ? ആരാ? ഉണ്ണിക്കുഞ്ഞെന്ന് വിളിച്ചാൽ മതി. ഉണ്ണിക്കുഞ്ഞെന്ന് വിളിച്ചാൽ മതി. ഉണ്ണിക്കുഞ്ഞെ നന്നായിരുന്നു കേട്ടോ പാടിയത്. നല്ല രസമുണ്ട് ഈ ഡ്രസ്സിൽ കാണാൻ ഉണ്ണിക്കുഞ്ഞിനെ. അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, നന്നായിട്ട് പാടി. എവിടെ വീട്? കൊല്ലം കരുനാഗപ്പള്ളി പുതിയകാവ്. പുതിയ കാവില്ല? അത് ശരി. ഇപ്പൊ അമ്മക്ക് കോഴിക്കോട് ട്രാൻസ്ഫർ ആയോ? അങ്ങോട്ട്. ഇപ്പൊ അങ്ങോട്ട് പോവോ? ഇപ്പൊ അവിടെ. ഇപ്പൊ അവിടെ ആണോ? ഓ, അത് കോഴിക്കോടാണോ? ഈ മുടി കൊള്ളാലോ, അത്രയും മുടി ഉണ്ടല്ലേ? ഒറിജിനൽ ആണത്? ആഹാ, കൊള്ളാലോ. ഇത് ഒറിജിനലാ, ഈ കെട്ടി വെച്ചിരിക്കുന്നത് ഒറിജിനലാ. കൊള്ളാട്ടാ, നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പാർത്ഥിവക്കുട്ടാ, എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കോസ്റ്റ്യൂമും നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കാണാൻ. പാർത്ഥിവക്കുട്ടി സാധാരണ പാടുന്നതിലും ഒന്ന് ഒതുക്കി നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര നേരത്തെ പാടുമ്പോൾ ഒരു കൺട്രോളൊക്കെ ഇങ്ങനെ പോകുന്ന മാതിരി, ഇങ്ങനെ ഭയങ്കര ഓപ്പൺ സിംഗിങ് ആയിരുന്നു മോളുടെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒതുക്കി അങ്ങനെ പാടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റാ. താങ്ക് യു. So today we are giving you 98 out of 100. താങ്ക് യു സർ. അപ്പൊ മോക്ക് ഏത് സ്ഥലത്തെ പൂക്കുറ്റി വേണം? കോഴിക്കോട് വേണോ കൊല്ലം വേണോ? രണ്ടെണ്ണം ചേർത്ത് പറഞ്ഞോ. അപ്പൊ കോഴിക്കൊല്ലം പൂക്കുറ്റിയോ? കോഴിക്കള്ളന്നൊക്കെ പറയുന്ന ഒറ്റ ചോദ്യം, കോഴിക്കോടൻ പൂക്കുറ്റി വേണോ അതോ കൊല്ലം പൂക്കുറ്റി വേണോ? കൊല്ലം പറഞ്ഞ കോഴിക്കോടുകാർക്ക് വിഷമാവും, കോഴിക്കോട് പറഞ്ഞ കൊല്ലംകാർക്ക് വിഷമാവും. അണ്ണാ ഒരു കൊയിലാണ്ടി പൂക്കുറ്റി അടിയാണ്, ആർക്കും വേണ്ട. കൊയിലാണ്ടിയോ? പക്ഷെ അത് കുഴപ്പം, അതുകൊണ്ടാണ്. അല്ല ചെന്നൈയിൽ എനിക്കൊരു പൂക്കുറ്റി അടിച്ചാൽ കൊടുക്ക് പാവം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, മോളെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ആടി ഒരു കേരള പൂക്കുറ്റി. All the best. ഇനി നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കുട്ടി കുറുമ്പൻ എത്താണ്. വേറെ ആരുമല്ല, നമ്മുടെ ഇച്ചോ കുട്ടനാണ്. വെൽക്കം ഇവാൻ ഓൺ സ്റ്റേജ്. ഓ, ഒരു കുതിര കുഞ്ഞ് ഓടി വരുന്നതാണോ വരുന്നത്? ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഭാവനയുടെ വീട്ടിൽ നിന്നാണോ? പിന്നെ എന്റെ റൂമിന്ന്. ഓ, തിരിച്ച് റൂമിൽ കൊണ്ട് വിട്ടല്ലേ? റൂമിൽ നിന്നാണ് വന്നത്. മനസ്സിലായി, തിരിച്ച് റൂമിൽ കൊണ്ട് വിട്ടാലല്ലേ നിനക്ക് അവിടെ നിന്ന് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ ഓൾറെഡി റൂമിൽ കൊണ്ടുവിട്ടത് ഭാവന. പവൻ ചേച്ചന്റെ വീട്ടിലൊന്നും അതിന് പോയില്ല. പിന്നെ എങ്ങനെ റൂമിൽ വരും? റൂമിൽ
നിന്നല്ലേ നടന്നു വന്നേ അപ്പം റൂമിൽ നിന്ന് കാറിന് വന്നു ട്രാവലർ. അപ്പൊ ഭാവനയുടെ വീട്ടിൽ നിന്ന് നടന്നു വന്നോ? ട്രാലവറല്ല, ഭാവനയുടെ കാരവല്ലോ. ഇങ്ങോട്ട് വന്നേ. ട്രാലവറിലാണ് അവൻ ഇങ്ങോട്ട് വന്നത്. ഇവിടുന്ന് ഭാവനയുടെ അടുത്ത് നല്ല നീ റൂമിൽ പോയേ? അല്ല, അതെ, ഞാൻ ഭാവന ചേച്ചന്റെ വീട്ടിലും പോയില്ല, റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ ചെയ്തത്. ആ ഭാവനയുടെ റൂമിൽ നിന്ന് നീ അങ്ങോട്ട് വന്നു. ആ അല്ലോ എന്റെ പടച്ചോനെ. മക്കള് ഭാവനയുടെ കൂടെ പോയതിനു ശേഷം മിയ ഇവിടെ തിരക്കി വന്നു. എന്റെ ജോക്കുട്ടൻ എവിടെയാണ്? അതെ, ഞങ്ങൾ മിണ്ടാൻ പോയില്ല. അടിയാവുന്നത് ഭയങ്കര പ്രശ്നം. അവർ രണ്ടുപേരും ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരല്ലേ. മാത്രല്ല മിയ മർമാണിയല്ലേ അല്ലേ? ആ, മിയ മർമാണി. ഞാനൊരു തട്ട് തട്ടിയാല് ഈ വിരലിങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടാവുന്നേ, ഇങ്ങനെ കറക്കിക്കൊണ്ട്. സാധാരണ ഇജോക്കുട്ടൻ ഇങ്ങനല്ലേ ചോദിക്കുന്നത്? അവരങ്ങനല്ല. നീ ചോദിക്കുന്നത് ഇജോക്കുട്ടൻ എവിടെ? ഞാൻ ഈ സൈഡ് വഴി ഓടി. പൊക്കളും തപ്പി ഓടറാ ഓട്ടം. ഇങ്ങനെ അതിരിക്കട്ടെ. ഇവൻ കുട്ടന് ശരിക്കും പൊക്കളുണ്ടോ? ഉണ്ടോ? ഒന്ന് കാണിച്ചു നമുക്ക്. കാണിച്ചാ ഞങ്ങൾക്കൊന്ന് കാണാം. അല്ല, കാണട്ടെ, ഉണ്ടോന്ന് അറിയണമല്ലോ. പൂക്കൾ കാണാനല്ലല്ലോ, ഉപയോഗിക്കണല്ലേ. അരിയാട്ടോ നീ അതിനകത്ത്? അരിയാട്ടോ? പൊക്കളും കൊണ്ടാണ് എന്ത് വേണം ഇത്? ഉള്ളി അരിയോ? ആ ഇല്ല, അരഞ്ഞാണം ഇല്ല. ഈ അഞ്ചങ്ങളുടെ കയ്യില് ബൈനോക്കുലർ ഉണ്ടോ? എടാ, പൊക്കളും കാണുന്നില്ല കേട്ടോ. അയ്യോ, ഇനി ഇല്ലേ? നോക്ക മക്കളെ, നോക്കടാ, ചിലപ്പോ കാണാതെ പോകും. ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല, പോയത് ഇല്ല. പൊക്കള് നഷ്ടമായി. പോയോ? ഇല്ല, പോയി. ഉണ്ടോ? ഞാൻ ശരിക്കും നോക്കി, ശരിക്കും ഉണ്ട്. അല്ല, താര അടുത്തൊന്നും ഞാൻ പറയത്തില്ല. താഴിന്റെ അടുത്തൊന്നും പറഞ്ഞേക്കല്ലേ. ഏത് പാട്ട് പാടാനാണോ? വേഷങ്ങൾ ജന്മങ്ങൾ. അതാണ്, വേഷങ്ങൾ ജന്മങ്ങൾ. ഓരോ വേഷം കെട്ടുന്നു. എന്തൊരു ജന്മങ്ങള്. ഒരു രഹസ്യം ചോദിച്ചോട്ടെ, സത്യം പറയൂ? ഇവരാരും കേക്കത്തില്ല, എല്ലാരും ചെവി. മിയ തന്ന ഉമ്മയാണോ അതോ ഭാവന തന്ന ഉമ്മയാണോ നല്ല ഉമ്മ? അതിനിപ്പോ എന്ത് പറയാൻ? പെട്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് ചെവിവേദന എടുക്കുക. രാത്രി വരെയാണെങ്കിൽ ചെയ്യൂത്തി നിക്കുള്ളൂ. വേഗം പറ, ഇവര് തുറന്ന അവര് കേക്കും. പറഞ്ഞു, വേഗം പറഞ്ഞു. മിയ ചേച്ചി അപ്പൊ മിയ ആണല്ലേ? മിയ നല്ല പറഞ്ഞു. മിയാന്ന് പറഞ്ഞേ. അയ്യോ, അപ്പൊ എല്ലാരും കേട്ടു. മീനൂട്ടി, നമ്മൾ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. ഒന്ന്, അവന് പൊക്കളില്ല. രണ്ട്, മിയയാണ് ഇഷ്ടം, കാരണം നല്ല ഉമ്മ. മൂന്ന്, അവന് ഒരു അരഞ്ഞാണം വേണം. അത് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്, ഒരു അരഞ്ഞാണം. അപ്പൊ വേണ്ട ഇജോക്കുട്ടന്? അന്ന് വേണം, നീ പോയിക്കോ. അപമാനിച്ചു. മതിക്കൊണ്ട് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ഓക്കെ.
മനോഹരം. ബ്യൂട്ടിഫുൾ മോനെ. ഇവാൻ കുട്ട നന്നായിട്ട് പാടി മോനെ. നല്ല എന്താണ് പറയുന്നത്, ഒരു സുഖമുള്ള പാട്ട്. നല്ല എസ് എ രാജ്കുമാർ എന്ന സംഗീത സംവിധായകനാണ്. കൈതപ്പുറം സാറും ദാസേട്ടനും ഒക്കെയാണ് ഇതിൻ്റെ പുറയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ആലാപനം നമ്മളുടെ ഇവാൻ കുട്ടൻ നമ്മുടെ പ്രേക്ഷകർക്ക് കാഴ്ചവെച്ചു. എന്തൊക്കെയായാലും നീ ഒരു ഐറ്റം. മക്കളെ ഇവാനെ, മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. ഉഗ്രായിട്ട് പാടി, എനിക്ക് കുറെ ഇഷ്ടമായി. അല്ല, ഈ മ്യൂസിക് ഡയറക്ടറുടെ വേറെ പാട്ട് എന്തെങ്കിലും അറിയാവോ? അറിയില്ല. തമിഴിൽ കുറേ ഹിറ്റ്സ് ഉണ്ട് എസ് എ രാജ്കുമാറിന്റെ. ഏറ്റവും കൂടുതൽ കോറസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗീത സംവിധായകന്റെ പേരിൽ എസ് എ രാജ്കുമാറിന്റെ പേരുണ്ട് ആ ലിസ്റ്റിൽ. മധുവങ്കളൊക്കെ പാടിയിട്ടുണ്ടല്ലേ? മധു പാടി. ഞാനൊരു 10-25 കൊല്ലം മുമ്പ് ഒരു പാട്ട് പാടി, അതും ഈ രാഗത്തിൽ തന്നെ. ഇതേ അത് ചില രാഗങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അത് മധു ഒരു 4 വരി പാട്ട്. చామంతి పూబంతి చిన్నారి నా సిరిమల్లి జోలాలి జోలాలిలో చిలకమ్మ గోరింక నేనే గాని చల్లింక జోలాలి జోలాలిలో జోలాలి జోలాలిలో జోలాలి జోలాలిలో. സൂപ്പർ. ആ റിസന എസ് എ രാജ്കുമാർ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയാന്. അതെ, ലിങ്ക്. ഇവാൻ ഉഗ്രനായിരുന്നു കേട്ടോ പാടിയത്. നന്നായിട്ട് പാടി. ഇത്രയും നന്നായിട്ടാണോ പാടാറ് ഇവിടെ? എപ്പോഴും അങ്ങനെയല്ല, പിന്നെ ചില പാട്ടിന് എണീറ്റുന്ന കാര്യം ഒരു 6 എണ്ണം എണീറ്റെന്ന് മേടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. 6 പാട്ടിന് എഴുന്നേറ്റ് നിന്ന് മേടിച്ചിട്ടുണ്ടോ? ആഹാ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇവാൻ കുട്ടാ, എന്തോ എന്നത്തെ പോലെ വളരെ നല്ല സുഖമായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു, കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഇവാൻ കുട്ട, എന്തോ സംഭവങ്ങളൊക്കെ ഇന്ന് നല്ല ശുഭമായിട്ട് പര്യവസാനിച്ചു. സോ ഇറ്റ് വാസ് വെരി നൈസ്. ഇംഗ്ലീഷ് വേണ്ട. അല്ല, അത് ക്ലോസിങ്ങിന് ഇത് തീരുമ്പോഴത്തേക്ക് 2 വാക്ക് സംസാരിക്കണ്ടേ? ഇംഗ്ലീഷ് വേണ്ട, പക്ഷെ മലയാളം സംസാരിച്ചോ? അതന്നെ, ഞാൻ മലയാളത്തിൽ വന്നപ്പോ അറിയാതെ പറഞ്ഞു പോയത്. അതായത് പാട്ടൊക്കെ മോന്റെ പാട്ട് കഴിഞ്ഞു. ഇറ്റ് വാസ് സോ നൈസ്. ഇറ്റ് വാസ് സോ നൈസ്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ, മെലോഡിയസ്, and it was very nice. So the next episode we are going to have that Aranyana ceremony in the next episode. Till then, dear little angel golden star Ivan Pukuti. ഇങ്ങനെങ്കിലും പോയാൽ മതി. രക്ഷപ്പെട്ടു.
വായിക്കും എന്റെ ഭാവിയിലെന്നാർ കണ്ണാവായോ കന്നിമാങ്ങയൊന്നെനിക്ക് താഴെ വീഴ്ത്തിത്തായോ എന്റെ കളി വീട്ടുമുറ്റത്തുണ്ണികൾ തന്മേളം ഇന്നും ഓണപ്പന്തടിച്ച് പാടിയാടും മേളം വാവാ നീയൻ കുളിരേ വാവാ നീ കൺകുളിരേ വാവാ നീയൻ കുളിരേ വാവാ നീ കൺകുളിരേ ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി എന്റെ മുറ്റത്തെന്നുമെന്നും പൂവുകൾ തൻ നൃത്തം എന്റെ ഓമൽ പാവകൾ തൻ വൃന്ദഗാനമേളം വെൺചിറകു വീശി വീശി ദേവദൂതരെത്തും മുന്തിരിത്തേൻ പാത്രവുമായി ഞങ്ങളൊത്തു പാടും വാവാ നീയൻ കുളിരേ വാവാ നീ കൺകുളിരേ വാവാ നീയൻ കുളിരേ വാവാ നീ കൺകുളിരേ ഒന്നാരം കുഞ്ഞിനെ കൂടുകൂട്ടും തത്തമ്മേ നീ എന്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിലെ അതിമനോഹരമായിട്ടുള്ള പാട്ടുകളെല്ലാം പ്രേക്ഷകർ ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡുമായിട്ട് കാണും വരെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.